അല്ലിനെ വിറപ്പിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിലാണെങ്കിൽ അലീന സ്റ്റാലിനോട് തെറ്റ് ചെയ്യരുതെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് തൻ്റെ പപ്പ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതൊന്നും അലീനയ്ക്ക് ഇഷ്ടമല്ല എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാം. അതായത് ഒരുപാട് കാശ് കൊടുത്ത് ഒരു കനാലിൽ ബണ്ട് കെട്ടാനായിട്ട് സ്റ്റാൻലി ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ അലീന ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ പപ്പ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ആ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും ഉണ്ടാകും. ചിലർക്കൊന്നും വെള്ളം കിട്ടില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന്. അത് വളരെ വലിയ ഒരു തെറ്റാണെന്ന്. നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണെന്ന് അലീന സ്റ്റാലിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇത് സമയമാണെങ്കിൽ തെറ്റും ശരിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട എന്ന് സ്റ്റാലിൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് കാര്യം അല്ലേ വല്യപ്പച്ച എന്ന് ചോദിക്കുന്നു. അതേ എന്ന് വല്യപ്പച്ചനും മൂളുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ അലീന കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അലീനയോട് ചോദിക്കുകയാണ്, നീ ഏതാ പാർട്ടി, കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ സ്റ്റാലിയോട് പറയുകയാണ്, താൻ കോൺഗ്രസുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല, താൻ ദൈവത്തിൻ്റെ പാർട്ടിയാണ്. തെറ്റ് ചെയ്താൽ കണ്ടാൽ പ്രതികരിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടാതെ ആദ്യമായി ദൈവമാണല്ലോ തെറ്റിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ ഞാനും അത്രക്കാരിയാണ് എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ ചിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ അലീനെ ഇങ്ങനെ എതിർക്കുന്നത് വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റാലിന് തൻ്റേതായ വലിയ ചിട്ടയൊക്കെ ഉണ്ടല്ലോ, താൻ വലിയ കേണൽ സാബാണെന്ന് കളിച്ച് നടക്കുകയാണല്ലോ എന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി അലീനയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. ഒടുവിൽ നമ്മുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ എൻ്റെ മോനെ ആകെ മാറ്റിയെടുക്കോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റാൻ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. കുറച്ച് ദേഷ്യവും കുറച്ച് ഈഗോയും പണത്തിൻ്റെ പെരുപ്പവുമുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാം. അത് ഞാൻ എന്തായാലും മാറ്റിയെടുക്കും ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ പോകുന്ന വഴിയിലാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ അലീനയോട് ഒന്നും സംസാരിക്കുന്നില്ല, മുഖം വീർപ്പിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ സ്റ്റാലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു, തൻ്റെ പപ്പയുടെ ദേഷ്യമുള്ള മുഖം. ഒടുവിൽ സ്റ്റാലിൻ്റെ കയ്യിൽ അലീന പിടിക്കുന്നുണ്ട്. ആ സമയം സ്റ്റാൻലി വണ്ടി നിർത്തുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. തുടർന്ന് സ്റ്റാൻലി അലീനയെ കയ്യിൽ തൊട്ടതും സ്റ്റാൻലിയുടെ മനസ്സ് മാറുകയാണ്. ശരി, നിൻ്റെ ആവശ്യപ്രകാരം തന്നെയാകട്ടെ, ഞാൻ അങ്ങനെ ഒരു ബണ്ട് കെട്ടുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു. അങ്ങനെ സ്റ്റാൻലി അലീനയുടെ മുൻപിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ മുമ്പിൽ സ്റ്റാൻലി തോക്കുന്നത്. അത് അലീനയുടെ മുൻപിലാണെന്ന് കാണാം. അത് വല്യപ്പച്ചന് കണ്ടിട്ട് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല എന്ന് കാണാം. വല്യപ്പച്ചനാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി വരുന്നുണ്ട്. അവൾ ചിന്നമ്മ തന്നെയാണെന്ന്. ചിന്നമ്മയുടെ മുൻപിൽ അവൻ്റെ ഒരു കാര്യവും നടക്കില്ല എന്ന് നമ്മുടെ വല്യപ്പച്ചൻ മനസ്സിലാക്കുന്നുണ്ട്. അത് സ്റ്റാൻലിക്കും ഓർമ്മ വരുന്നുണ്ട് എന്ന്
കാണാം അപ്പച്ചൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്